കാസർഗോഡ് ബന്തെടുക്കയിൽ വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ മകന്റെ ഭാര്യയ്ക്ക് ജീവപര്യന്തം തടവ്. പെർലടുക്കത്തെ അമ്മാളുഅമ്മ കൊലക്കേസിലാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ഭർത്താവിന്റെ അമ്മയെ കൊലപ്പെടുത്തിയതിന് ബേഡകത്തെ പി അംബികയെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കൊലപാതകത്തിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും തെളിവ് നശിപ്പിച്ചതിന് 5 വർഷം തടവും 2 ലക്ഷം രൂപയുമാണ് വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം അധിക തടവ് അനുഭവിക്കണം. കേസിൽ 302 വകുപ്പ് പ്രകാരം ഒന്നാം പ്രതിയെ ജീവപര്യന്തം തടവിനും അതുപോലെ തന്നെ 2 ലക്ഷം രൂപ ഫൈൻ അടക്കാനും 2 ലക്ഷം രൂപ അടച്ചില്ല എന്നുണ്ടെങ്കിൽ 2 വർഷം അധിക കഠിന തടവ് അനുഭവിക്കാൻ വേണ്ടി വിധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസിലെ തെളിവ് നശിപ്പിച്ചു എന്നുള്ള വകുപ്പ് 201 പ്രകാരം 5 വർഷം കഠിന തടവിനും അതുപോലെ തന്നെ 2 ലക്ഷം രൂപ ഫൈൻ അടക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. ഫൈൻ അടച്ചില്ല എന്നുണ്ടെങ്കിൽ 1 വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം. 2014 സെപ്റ്റംബർ 16-നാണ് കേസിനാസ്പദമായ സംഭവം. അമ്മാളുഅമ്മയെ വീടിന്റെ ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മരണത്തിൽ ബന്ധുക്കളും നാട്ടുകാരും സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. അമ്മാളുഅമ്മയുടെ സ്വത്ത് വിറ്റ പണം കൊണ്ട് പ്രതികളുടെ പേരിൽ സ്ഥലം വാങ്ങിയതിന്റെ പേരിലുണ്ടായിരുന്ന തർക്കത്തെ തുടർന്നാണ് കൊലപാതകം. ഉറങ്ങുമ്പോൾ അംബിക കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഭർത്താവിന്റെയും മകന്റെയും സഹായത്തോടെ കെട്ടിത്തൂക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കേസിലെ 2ാം പ്രതിയും അംബികയുടെ ഭർത്താവുമായ കമലാക്ഷൻ, 3ാം പ്രതിയായ മകൻ എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.